എപ്പോഴും ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങളിപ്പോഴും വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ? ക്ഷണഭങ്കുരമായ ജീവിതയാത്രയിൽ മുമ്പ് കൂട്ടി ഒരു സൂചനയുമില്ലാതെ പെട്ടെന്ന് വന്നു ഭവിക്കുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും മുൻപോട്ടുള്ള ആത്മീക നടത്തിപ്പുകളെ സാരമായി ബാധിപ്പിക്കും വിധം ഇടം വലം മുമ്പിൽ പിറകെ എല്ലാ വഴികളും ദുഷ്കരവും സങ്കീർണമായി മാറുമ്പോൾ വഴി ഇനി ഏത് എന്ന് ആകുല ചിത്തരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവശബ്ദം കേൾപ്പാൻ കഴിയാതെ, ദൈവത്തിൻ്റെ അരുളപ്പാടും കേൾപ്പാൻ കഴിയാതെ, വാക്കും ഭാഷണവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഇടറുവാനിടയുണ്ട്. വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ചേരുവാൻ കഴിയാത്ത നീക്കങ്ങളാൽ താൽക്കാലികമായ ഒരു രക്ഷയ്ക്കായോ താൽക്കാലികമായ ഒരു സാന്ത്വനത്തിനായോ നാം വഴികൾ തെരഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ മേഖലകളിൽ തടസ്സങ്ങളും വിഘ്നങ്ങളും വിള്ളലുകളും ഉണ്ടാകുവാനിടയാകും എന്നുള്ളത് ഒരു പരമാവധി യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഇന്നലെ നാം ജീവിച്ച ജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടും, ഇന്നലെ നാം അഭിമുഖീകരിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും, ഇന്നലെ നാം തത്തിപ്പിടിച്ച് കയറിയ പർവ്വത സമാനമായ പ്രതിബന്ധങ്ങൾ സംബന്ധിച്ചും, ഇന്നലെ നാം ഊഴ്ന്നിറങ്ങേണ്ടി വന്ന താഴ്വീതി പോലെയുള്ള താഴ്വര പോലെയുള്ള പ്രതിബന്ധങ്ങൾ നിമിത്തം നമ്മുടെ വിശ്വാസം ഇപ്പോഴും നമ്മളിൽ തന്നെ ഉണ്ടോ എന്ന് സ്വയം ശോധനയ്ക്ക് വിധേയപ്പെടേണ്ട നിലയിൽ എല്ലാ ദിവസവും നമ്മുടെ വിശ്വാസത്തിൽ തന്നെയാണോ നാം ഇരിക്കുന്നത് എന്ന് നമ്മെ തന്നെ പരീക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വിശ്വാസമുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കണം. എങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നു? പ്രവൃത്തിയിലൂടെ പരീക്ഷിച്ച് നോക്കുക. വിശ്വാസം ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതവും വചനാത്മകമായ പ്രത്യാശയോടുകൂടിയ ദൈവ വാഗ്ദത്തങ്ങളാലും അത്ഭുതകമായ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ച് നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുന്നു എന്ന് ഉറപ്പാക്കി മുമ്പോട്ട് പോകുവാനായിട്ട് ആത്മാവ് നമ്മെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. ആമേൻ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ.